മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ എക്സാലോജിക് ആരോപണം വീണ്ടും സജീവമായ ഘട്ടമാണ്. ഇക്കാര്യത്തിൽ എ.കെ. ബാലൻ, കേന്ദ്ര കമ്മിറ്റി അംഗം CPM-ൻ്റേത്, റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആരോപണം വന്നാൽ ആദ്യം പ്രതികരിക്കുക എ.കെ. ബാലനാണ്. ഇത്തവണ കണ്ടില്ല. ശുദ്ധ അസംബന്ധത്തിന് മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയാതിരുന്നത്. പിന്നെ ഡോക്ടർ അരുൺ, റിപ്പോർട്ടറിലെ മിസ്റ്റർ അരുൺ അതിമനോഹരമായി ഇത് ഉള്ളി പൊളിച്ചതുപോലെ പൊളിച്ച് കൈ കൊടുത്തു. അതോടുകൂടി പൊതുസമൂഹം നല്ല രൂപത്തിൽ അതിനെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഈ കള്ളപ്രചരണങ്ങൾക്ക് ഇത്രയും സമർത്ഥമായി ഒരു വിഷ്വൽ മീഡിയ രംഗത്ത് വന്നത് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. അതിന് ഞാൻ നിങ്ങളെ റിപ്പോർട്ടറിനെ അഭിനന്ദിക്കുകയാണ്. ഇക്കാര്യത്തിൽ രണ്ടും രണ്ട് കമ്പനിയാണ് എന്നത് എന്തടിസ്ഥാനത്തിൽ ഉന്നയിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തോട് അരുൺകുമാർ ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. അരുൺകുമാർ അതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ട് കമ്പനിയാണെന്ന് മനസ്സിലാവും. ഇതിലുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം യഥാർത്ഥത്തിൽ പത്രദൃശ്യ മാധ്യമങ്ങൾ വേണ്ടത്ര കാണാതിരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു. ആ വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു? മാസപ്പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ അനധികൃതമായി കൊടുക്കാത്ത സേവനത്തിന് വേതനം വാങ്ങി എന്നുള്ളതായിരുന്നല്ലോ. അത് SFIO അന്വേഷിക്കണം. ഇതായിരുന്നു ഹൈക്കോടതിയുടെ മുമ്പിലുണ്ടായ ഹർജി. ആ ഹർജിയുടെ വിധി ഇന്നലെ വരുമെന്ന് മനസ്സിലാക്കി മിനിഞ്ഞാന്നാണ് ഒരു ഇൻ്റർലൊക്കേറ്ററി അപ്ലിക്കേഷൻ നമ്മുടെ PC ജോർജിൻ്റെ മകൻ കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളടക്കം എന്താ? അതിൻ്റെ ഉള്ളടക്കം ഒരു വിദേശ ബാങ്കിൽ വീണക്ക് അക്കൗണ്ട് ഉണ്ട്. മാത്രവുമല്ല, വീണയുടെ കമ്പനിയിൽ ലാവിലിനും അതുപോലെ തന്നെ PWCക്കും ഡെപ്പോസിറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ടാണല്ലോ ഇവർ കൊണ്ടുവന്നത്. അത് ബന്ധപ്പെട്ട കമ്പനി പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ യാതൊരു രാഷ്ട്രീയക്കാരുമായി ഒരു ബന്ധവുമില്ല, ഇതിലാർക്കും PWCക്കോ അല്ലെങ്കിൽ ലാവിലിനോ ഒരു ബന്ധവുമില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷേ ഹൈക്കോടതി പരിശോധിക്കണമെന്നും പറഞ്ഞിട്ടാണല്ലോ ആപ്ലിക്കേഷൻ കൊടുത്തത്. ഈ രണ്ടെണ്ണവും ഹൈക്കോടതി തള്ളിയില്ലേ? ഹൈക്കോടതി റിജക്റ്റ് ചെയ്തല്ലോ. അത് വേണ്ടപ്പെട്ട രൂപത്തിൽ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പത്രദൃശ്യ മാധ്യമങ്ങൾ കൊണ്ടുവരേണ്ടതായിരുന്നു. അരുൺ പറഞ്ഞതിന് സമാനമായിട്ട് തന്നെയാണ് കോടതിക്കും ബോധ്യപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ് അത് എൻ്റർടൈൻ ചെയ്യാതിരുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഈ CPM പറയുന്നതനുസരിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രതിപക്ഷ നേതാവ് അതടക്കം ഏറ്റുപിടിക്കുന്നൊരു പശ്ചാത്തലവും ഇതിനുണ്ട്. പ്രതിപക്ഷ നേതാവ് ഒരിക്കലും ഇത് ഏറ്റുപിടിക്കാൻ പാടില്ലായിരുന്നു. അതാണ് ഇത് BJPയും കോൺഗ്രസും യോജിച്ചു കൊണ്ടുള്ള ഒരു നീക്കമാണിത്. ഞാനിത് ആദ്യം തന്നെ സൂചിപ്പിച്ചതാണ്. അത് ഈ ഓരോരോ ആരോപണങ്ങൾ ഓരോരോ മാസം കൊണ്ടുവരികയാണ്. ഇപ്പോൾ മദ്യത്തിൻ്റെ കഴിഞ്ഞതിന് ശേഷമാണിത് കൊണ്ടുവരുന്നത്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അഴിമതിക്കാരനാണ് എന്ന് സ്ഥായിയായി എല്ലാ ദിവസവും ഇത് കേരളീയ മനസ്സിലിങ്ങനെ വീണ്ടും 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 ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കെട്ടുകഥയാണ്. ഷോൺ ജോർജിന് എന്താണ് ഉദ്ദേശം? യഥാർത്ഥത്തിൽ ഷോൺ ജോർജ് ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു പാരമ്പര്യം അയാൾ കാത്തു സൂക്ഷിക്കേണ്ടതായിരുന്നു. ഇതിൽ PC ജോർജ് എടുത്തിട്ടുള്ള ഒരു മാന്യമായൊരു സമീപനമുണ്ട്. അത് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സോളാർ കേസിൽ പറയാൻ പാടില്ലാത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. ആരും പറയാത്തൊരു കാര്യം. അവസാനം ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിന് ശേഷം ഞാൻ മാപ്പ് പറയുന്നു, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് വീണ്ടും 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 ആവർത്തിച്ചു PC ജോർജ്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് ഒരു വലിയ കുറ്റബോധത്തിൻ്റെ
ഭാഗമായിട്ടാണ്. കാരണം എപ്പോഴും ഈ മനസാക്ഷി എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും, ഈ പ്രിക്കിംഗ് കോൺഷ്യൻസ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും പുറത്തു വരുമല്ലോ. അത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് PC ജോർജ് പരസ്യമായി പറഞ്ഞത്. കാരണം ആരും പറയാത്തൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ PC ജോർജിൻ്റെ മകൻ ഈ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നെങ്കിലും പറയേണ്ടിയിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളെ പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ മനസാക്ഷി ഉണ്ടെങ്കിൽ പറയേണ്ടി വരും. PC ജോർജിൻ്റെ മകനാണല്ലോ. PC ജോർജിൻ്റെ ഒരു പാരമ്പര്യവും അദ്ദേഹം കാട്ടണമല്ലോ. ജോർജ് കൺഫസ് ചെയ്തല്ലോ, ഓർമ്മ ഉണ്ടോ? നമ്മളെ കുഴൽനാടനുമായി ആദ്യം തന്നെ ഞാൻ ഈ കാര്യങ്ങളിൽ ഏറ്റുമുട്ടിയ ഒരാളാണ്. അവസാനം കുഴൽനാടനും വിജിലൻസ് കോടതി ഇത് തള്ളിയോടുകൂടി, തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. ആദ്യം തന്നെ നമ്മളെ മാവേലിക്കര വിജിലൻസ് കോടതി തള്ളി 2 കേസാണ്. അതിനെ തുടർന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൽ ഞാനിപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു, ഒരു വിഷമതയോട് കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ ഉള്ള ചില ആൾക്കാർ ഈ ഓതിക്കൊടുത്തത് അദ്ദേഹം പാടി. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ട ഒരാളായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെന്നാണ് കരുതുന്നത്? ആരോപണങ്ങളുടെ പിന്നിൽ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ടാർണിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. വേറെ ഒരു ഉദ്ദേശമില്ല. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ടാർണിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ ഈ ആരോപണങ്ങളൊക്കെ കൊടുക്കുന്നതും അതിൻ്റെ രേഖകൾ ഇങ്ങനെ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ BJP ആണോ? ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്തൊരു ഗൂഢാലോചനയുണ്ട്. BJP മാത്രമല്ല, ഒരു ഗൂഢാലോചനയുണ്ട് ഇതിൽ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഒരു നല്ല വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സുധാകരൻ പോലും ഈ രൂപത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു വിച്ച് ഹണ്ടിങ്, അതിനോട് കോൺഗ്രസിൻ്റെ ഒരു സമീപനം ഇങ്ങനെ തെറ്റായ രൂപത്തിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല എന്നുള്ള അതിശക്തമായിട്ടുള്ള ഒരു വികാരം കോൺഗ്രസ്സിലുണ്ട്. നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇന്നലെ ഈ കേസ് പിൻവലിച്ചല്ലോ. ഹൈക്കോടതിയിൽ നിലവിലിരിക്കുന്ന ഒരു കേസിൻ്റെ അകത്തല്ലേ അയാളെ പ്രയർ എന്തായിരുന്നു? SFI 212 പ്രകാരം അന്വേഷിക്കണമെന്നല്ലേ അല്ലേ? ആ കേസ് നിലനിൽക്കുന്ന സമയത്തല്ലേ കേന്ദ്ര ഗവൺമെൻറ് ജനുവരി മാസം 31-ാം തീയതി SFI വിട്ടത്? ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു കേസിൽ ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെയല്ലേ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ജനുവരി മാസം SFI അന്വേഷിക്കണമെന്ന് പറയുന്നത്? എന്താ ആ ദിവസത്തിൻ്റെ പ്രത്യേകത? എന്താ ദിവസത്തിൻ്റെ പ്രത്യേകത? അച്ഛനും മകനും BJPയിൽ പോയ ദിവസമാണ്. ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് ഞങ്ങൾ BJPയിലേക്ക് വരുന്ന ദിവസം തന്നെ ഇത് പ്രഖ്യാപിക്കണം എന്നവർക്ക് നിർബന്ധമായിരുന്നു. അല്ല, ഹൈക്കോടതിയിൽ അദ്ദേഹം കൊടുത്തൊരു കേസ് ഇവിടെ നിലനിൽക്കുകയല്ലേ. ഈ കേസിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ കേസ് കൊടുത്ത സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 212 ഞങ്ങൾ ഇൻവോക്ക് ചെയ്യില്ല, 210 പ്രകാരം കമ്പനിയെ സംബന്ധിച്ച് അന്വേഷിച്ചോട്ടെ, വ്യക്തികളെ സംബന്ധിച്ച് അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ് ആ കേസ് ഡിസ്പോസ് ചെയ്താണ്. അതിനുശേഷമാണ് ഇയാൾ 212 പ്രകാരം അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ട് വീണ്ടും കോടതിയിലേക്ക് പോകുന്നത്. ആ കേസ് നിലനിൽക്കുന്ന സമയത്താണ് SFI കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശ ഉത്തരവ് പ്രകാരം വരുന്നത്. അപ്പോൾ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. പിന്നെ വിളക്കിൻ്റെ ഉള്ളിൽ ഇരുട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതിൽ ഒറ്റ കാര്യം കൂടി, ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. AK ബാലൻ സഖാവിൻ്റെ ഒരു ആലോചനയിൽ, വിലയിരുത്തലിൽ CPMന് LDFനാകെ എത്ര സീറ്റുകൾ? ഞാൻ നിങ്ങളോട് പറയാം, കേരളം കണ്ട തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വൃത്തികെട്ട ഒരു കൂട്ടുകെട്ടിനാണ് UDF നേതൃത്വം കൊടുത്തത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ.
യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും റാഞ്ചുകയാണ് ചെയ്തത്. UDFിൻ്റെ സംഘടന അങ്ങനെ തന്നെ ജമാഅത്തിൻ്റെയും SDPIയുടെയും കയ്യിലായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സംഘടന എന്ന് പറയുന്നത് ജമാഅത്തിൻ്റെ കയ്യിലായിരുന്നു. ഇവിടെ മാത്രം നിന്നില്ല, RSSുമായി ഒരു ചങ്ങാത്തി ഇവരുണ്ടാക്കി. നിഗൂഢമായൊരു ചങ്ങാത്തം അല്ല, UDF എന്ന് പറയുന്നത് എല്ലാവരും കൂടിയിട്ടുള്ളതാണല്ലോ UDFിൽ. അതിൻ്റെ സൂചനയാണ് കുറേ കോൺഗ്രസ്സുകാർ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പകരം പാലക്കാട് BJPയുടെ ഒരു ഗണനീയമായ വോട്ട്, അത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മനസ്സിലാവും, ഗണനീയമായ വോട്ട് കോൺഗ്രസ്സിന് പോയിട്ടുണ്ട്. ഇതൊരു BJPക്കാരൻ എന്നോട് പറഞ്ഞത് മാത്രമല്ല, എന്നോട് പറഞ്ഞു BJPക്കാർ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രകടമായത് വടകരയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? വടകര അറിയപ്പെടുന്ന ഒരു BJP ഹിന്ദു വോട്ട് ഉള്ളൊരു ഹിന്ദു കുടുംബം, അവിടെയുള്ള ഒരു സ്ത്രീ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ക്യാൻവാസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? UDFിനെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. BJPയുടെ വോട്ട് UDFിനെ കൊടുക്കൂ എന്ന് ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള അന്തർധാര എത്ര ശക്ത? ചുരുക്കി ഞാൻ പറയാം, RSS SDPI ജമാഅത്തെ കൂട്ടുകെട്ട് പല സ്ഥലത്തും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. അത് പ്രകടമായത് വടകരയിലാണ്. എന്നാൽ പ്രകടമല്ലാതെ സൈലൻ്റായി പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് തൃശ്ശൂരും പാലക്കാടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ഈ കേരള രാഷ്ട്രീയത്തിൽ നൽകാൻ പോകുന്ന സന്ദേശം അതീവ ഗുരുതരമായിട്ടുള്ള മുന്നറിയിപ്പായിരിക്കും. ഇതുവഴി ഈ കേരളത്തിലെ ജനത മനസ്സിലാക്കാൻ പോകുന്നത്. UDFിൻ്റെ ഈ നീക്കം LDFിന് ക്ഷീണമാകുമോ? ഇവർ എന്ത് കളി കളിച്ചാലും LDFിൻ്റെ ജനകീയ അടിത്തറയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കില്ലെന്ന് മാത്രമല്ല, ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം. അത്ര സീറ്റ് എന്നുള്ളപ്പോൾ എനിക്ക് ജ്യോതിഷം വെച്ചിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. ജ്യോതിഷം വെച്ചിട്ടൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്ത് വില കൊടുത്തും എല്ലാ സീറ്റിലും LDFിനെ പരാജയപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഈ അന്തർധാര പ്രവർത്തിച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഈ അന്തർധാര പ്രവർത്തിച്ചത് അതുകൊണ്ടാണ്. ഒരൊറ്റ സീറ്റും LDFിനുണ്ടാകരുത്, CPMനുണ്ടാകരുത്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മതേതര കേരളം LDFിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പാലക്കാട്, മട്ടന്നൂർ, വർക്കല ഇങ്ങനെയൊക്കെ ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ? അല്ല, അതാണ് ഈ BJP ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ വടകരയിൽ ഷാഫി ജയിക്കണമല്ലോ. അങ്ങനെയല്ലേ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ടാവും. തെരഞ്ഞെടുപ്പുണ്ടായാൽ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കോൺഗ്രസ് കാട്ടിയാൽ ഈ BJPക്ക് ഒരു പ്രാതിനിധ്യം നിയമസഭയിൽ വരുമല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചർച്ച അവർ നടത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗിനെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ റാഞ്ചി എന്നാണ് AK ബാലൻ, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം റിപ്പോർട്ടിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഗൗരവമുള്ളൊരു ആരോപണം തന്നെയാണത്.